ഹലോ ഗൈസ്, ഇന്നൊരു റിവ്യൂ വീഡിയോ അല്ല. നമ്മൾ ലഡാക്ക് ട്രിപ്പ് പോകുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ ചെറിയൊരു ബോക്സ് വന്നിട്ടുണ്ടായിരുന്നു. അമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബോക്സ് എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് വാച്ചുകൾ ഐറ്റംസ് ഒക്കെ വരാറുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു ബോക്സ് ആയിരിക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാകുന്നില്ല. ഇത് നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ബോക്സ് ഒന്നല്ല കേട്ടോ. ബൈക്കേഴ്സ് മോഡുൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജ്, അതിൻ്റെ അഡ്മിൻ നമുക്ക് അയച്ചു തന്നിട്ടുള്ള ഒരു ചെറിയൊരു ഗിഫ്റ്റാണിത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. എനിക്കൊരു ദിവസം എൻ്റെ അടുത്ത് അഡ്രസ്സ് ചോദിച്ചപ്പോൾ ഞാൻ അവർക്ക് അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം അവർ കൊറിയർ അയച്ചു. പിന്നെ ഞാൻ ആ ഒരു കാര്യം വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബോക്സൊക്കെ വന്ന് വീട്ടിൽ വന്നപ്പോഴാണ് ഇത്ര വലിയൊരു ഗിഫ്റ്റാണ് ഞാൻ അറിയണത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ബോക്സിൻ്റെ ഈ ഒരു സംഭവത്തിൻ്റെ അൺബോക്സിംഗ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് നോക്കാം. അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ബോക്സ് തന്നെയാണ് കേട്ടോ സംഭവം. ഇത് എവിടെ നിന്ന് കട്ട് ചെയ്യണമെന്ന് അറിയില്ല. അയ്യോ, എൻ്റെ നല്ല പോലെ തന്നെ പാക്ക് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് അവരുടെ ആ ഒരു ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ അവരുടെ ഒരു ചിഹ്നം എന്ന് പറയുന്നത്. പിന്നെ അവർ ഡീൽ ചെയ്യണ ബ്രാൻഡുകളോട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് BBG, ആക്സ്റ്റോർ, ആക്രോവോയ്ക്ക്, അതേപോലെ തന്നെ കുറച്ച് ബ്രാൻഡുകൾ, റൈനോക്സ്, കുറച്ച് ബ്രാൻഡുകൾ അവർ ചെയ്യണ കുറച്ച് ബ്രാൻഡുകളാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ അവരുടെ വാട്സപ്പ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ അവരുടെ കുറേ നോട്ടീസൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയണത് ഷീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷീൽഡിൽ നിന്നാണ് ഇതിന്മേൽ എഴുതിയിട്ടുള്ളത്. ചെറിയൊരു ഗ്ലൗ ആണ് കേട്ടോ. ട്രാക്കിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഗ്ലൗ ആണെന്ന് തോന്നുന്നു. എന്തായാലും തുറന്നു നോക്കാം. സംഭവം പൊളിച്ചു. നൈസൊരു ഗ്ലൗ ആണ് കേട്ടോ. നമുക്ക് ഫസ്റ്റ് തന്നെ ബോക്സിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവരെടുത്ത് വെച്ചിട്ടുള്ളത്. കറക്റ്റ് സൈസ്, മീഡിയം സൈസ് ഗ്ലൗ ആണ്. ഇതിൽ ഈ ഒരു ഭാഗം എന്നൊക്കെ പറയണത് ഫൈബറാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ നോർമൽ. ഈ ഒരു ഏരിയ ഒക്കെ ശരിക്കും ഒരു ലോക്കൽ ഗ്ലൗ പോലെ ഫീൽ ചെയ്തു. ബാക്കിയൊക്കെ പക്ക അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഒരു പ്രീമിയം ഗ്ലൗവിൻ്റെ ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല, നല്ല കളർഫുള്ളായിട്ടുണ്ട്. ഇതുമ്പോൾ പക്ഷേ വില ഒന്നും എഴുതിയിട്ടില്ല കേട്ടോ. അതിൻ്റെ MRPയുടെ സ്റ്റിക്കറൊന്നും കാണാനില്ല. ഏകദേശം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വില ഉണ്ടാവുമെന്ന് വിചാരിക്കണു. ഇനി അടുത്തതായിട്ട് ഇതെന്തോ ബാഗോ മറ്റാണെന്ന് തോന്നുന്നു. അത് നമുക്ക് എന്തായാലും ലാസ്റ്റ് എടുക്കാം. അത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. പിന്നെ ബോക്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു ബോക്സ് ഉണ്ട്. ഒരു ഹെൽമെറ്റാണ് ഗൈസ്. ആക്സോറിൻ്റെ ഹെൽമെറ്റാണെന്ന് തോന്നുന്നു. അതിൽ ജസ്റ്റ് നോക്കി നോക്കാം. ഇതുമ്മയും വിലയൊന്നും കാണാനൊന്നുമില്ല. MRP ഒക്കെ അവർ പറിച്ചളഞ്ഞാണ് എന്താ സംഭവം എന്നൊന്നും അറിയില്ല. ഈ ഒരു സൈഡിലായിട്ട് ചെറിയൊരു സ്റ്റിക്കറൊക്കെ കാണാനുണ്ട്. പക്ഷേ അതിൽ റേറ്റ് ഇല്ല കേട്ടോ. വിലയൊന്നും കാണാനൊന്നുമില്ല. ഇത് ആക്സോറിൻ്റെ ഒരു ഹെൽമെറ്റാണ് കേട്ടോ. അതായത് വേണം ആ ഒരു ലുക്കിലുള്ളൊരു ഗ്ലോസി ബ്ലാക്കും റെഡോടും കൂടിയിട്ടുള്ളൊരു ഹെൽമെറ്റാണ്. ഏകദേശം ഒരു 4000-5000 രൂപ വില വരുമെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ വിലയൊന്നും കാണാനൊന്നുമില്ല. ഇത് ഗ്ലോസി ഫിനിഷാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ട്. ഡബിൾ വൈസറുള്ള മോഡലാണ് കേട്ടോ. പക്ഷേ ഇതിന് ബ്ലൂടൂത്തിനുള്ള സെപ്പറേറ്റ് ഹോളൊന്നും കാണാനൊന്നുമില്ല. ഈ ഹെൽമെറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് XL ആണ് കേട്ടോ. എൻ്റെ സാധാരണ എൻ്റെ എജിയോടൊക്കെ സൈസ് എന്ന് പറയുന്നത് ലാർജ് ആയിരുന്നു. അപ്പോൾ ഇതെനിക്ക് പാകാവുന്ന എന്തായാലും വീട്ടിലെത്തിയിട്ട് വെച്ച് നോക്കിയാൽ മാത്രമാണ് മനസ്സിലാവുക. ഇത് ഒരു ഡ്രാഗൻ്റെ ലുക്കാണ് കേട്ടോ. ശരിക്കും 2 കണ്ണും അടിയിൽ 2 പല്ലൊക്കെ കാണാനൊക്കെ ഉണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ക്യാമറയിൽ എത്രത്തോളം ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുമെന്ന് അറിയില്ല. പക്ഷേ നേരിട്ട് കാണുമ്പോൾ അത്യാവശ്യം നല്ല ഒരു പ്രീമിയം ലുക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി എന്തായാലും വേറെ എന്തിട്ട് തന്നെയുള്ളതെന്ന് ജസ്റ്റ് നോക്കാം. ഇത് ബാഗല്ല കേട്ടോ, ഒരു ജാക്കറ്റാണ്. എന്തായാലും ജസ്റ്റ് നമുക്ക് തുറന്ന് നോക്കാം. അതെ കേട്ടോ, ഇതൊരു റൈഡിങ് ജാക്കറ്റാണ്. ഹെൽമെറ്റിന് മാച്ചിൽ ചെറിയൊരു ജാക്കറ്റ് അവർ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് എന്ന് പറയണത് ഇത് സ്മോളാണ് കേട്ടോ. സ്മോൾ സൈസ് ജാക്കറ്റാണ്. ലെവൽ 2 അല്ല എന്ന് തോന്നുന്നു. അത്ര സോഫ്റ്റ് ഒന്നുമല്ല ഇതിൻ്റെ പാഡുകളൊക്കെ. ലെവൽ 1 ആവാനാണ് ചാൻസ്. പക്ഷേ ലെവൽ 2 എന്നാണ് അതിൻ്റെ കവർമ എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ ശരിക്കും
അകത്താണെന്ന് തോന്നുന്നു റെയിൻ കോട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. സെപ്പറേറ്റ് നമുക്ക് റെയിൻ കോട്ടൊന്നും ഇതിൻ്റെ ബാഗിലില്ല. ഒരു തെർമൽ വെച്ചിട്ടുണ്ട്, റെയിൻ കോട്ടൊന്നും കാണാനില്ല. അപ്പോൾ സെപ്പറേറ്റ് നമ്മളെന്തായാലും റെയിൻ കോട്ട് വാങ്ങേണ്ടി വരുന്നു തോന്നുന്നു. റെയിൻ കോട്ടിന് സെപ്പറേറ്റ് സിബ് ഇതിൻ്റെ ഉള്ളിലില്ല. അപ്പോൾ പുറത്താണ് ശരിക്കും ഇതിന് റെയിൻ കോട്ട് വരുന്നത്. BBG ആണ്, അതായത് BBGയുടെ സ്മോൾ സൈസിൽ വരുന്ന ഒരു ജാക്കറ്റാണ്. ഇതും BBGയുടെ തന്നെ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. BBG തന്നെയാണെന്ന് തോന്നുന്നു. ഇതിലെ വിട്ട BBG. ഇതിൻ്റെ ഫ്രണ്ടിൽ അവരുടെ ഒരു സ്റ്റിക്കറൊക്കെ അവരടിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിനും സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ BBGയുടെ ഒരു റൈഡിങ് ബൂട്ടാണ് കേട്ടോ. ഇത് ട്രാക്കല്ല, ഇത് ടൂറിങ് ബൂട്ടാണ്. വാട്ടർ പ്രൂഫ് അല്ലാന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ ഈ ഒരു സംഭവം വാങ്ങിച്ചിട്ട് ഒരു വട്ടം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് പേര് ടാറിങ്ങിന് പോകണമെന്നൊക്കെ ചോദിച്ച് കലയൊക്കെ ഇട്ട് ഞാൻ രണ്ടാമതാണ് നമ്മുടെ ആ ഒരു വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ബൂട്ട് വാങ്ങണത്. ആ സെയിം ബൂട്ടാണ് ഇവർ നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. അതായത് ഇതിന് സേഫ്റ്റി സംബന്ധിച്ചിട്ടുള്ള വേറെ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു ടൂറിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബൂട്ട്. ഇത് വാട്ടർ പ്രൂഫ് അല്ല എന്നാണ് കേട്ടോ ഞാൻ ഇതിന് മുമ്പ് വാങ്ങിച്ചപ്പോൾ ആ ഒരു കടയിലത്തെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ റൈഡിങ് ജാക്കറ്റ്, ഹെൽമെറ്റ്, റൈഡിങ് ഗ്ലൗ, അതേപോലെ തന്നെ 2 റൈഡിങ് ബൂട്ട്. ഇപ്പോൾ ഈ ഇത്ര സാധനങ്ങളാണ് നമ്മുടെ ഈ ഒരു ബൈക്കർ മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടീം, മദ്രാസ് ബേസ് ചെയ്തിട്ടുള്ള ഈ ഒരു ടീം നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 1.5 വർഷമായിട്ടുണ്ട്. പക്ഷെ ഇത്രയും വലിയൊരു ഗിഫ്റ്റ്, ഏകദേശം ഒരു 10-20,000 രൂപയുടെ ആക്സറീസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇത്രയും വലിയൊരു ഗിഫ്റ്റ് ആദ്യമായിട്ടാണ് നമുക്കൊരാൾ അയച്ചു തരുന്നത്. യൂട്യൂബായിട്ട് ബന്ധപ്പെട്ടിട്ട് കിട്ടിയിട്ടുള്ളതല്ല, ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഇത്രയും നാളും ഫോട്ടോസും കാര്യങ്ങളും സ്റ്റോറീസൊക്കെ ഇഷ്ടമായിട്ട് ഒരാൾ, ഞാനിടുന്ന പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ മലയാളത്തിലാണ്. എങ്ങനെയാണ് അയാൾക്ക് മനസ്സിലായെന്ന് പോലും എനിക്കൊരു ഐഡിയ ഇല്ല. മദ്രാസ് ബേസ് ചെയ്തിട്ടുള്ളൊരു ടീമാണ്, മലയാളികൾ ആരും തന്നെ ഇല്ല എന്നാണ് പറഞ്ഞത് ഈ ഒരു ടീമിൻ്റെ അടുത്ത്. എന്നിട്ട് അവരെന്തിനാണെന്നൊന്നും എനിക്കറിയില്ല. റൈഡിങ് കേസ് കാണിച്ചാലും അല്ലെങ്കിൽ ഇപ്പോൾ ഹെൽമെറ്റ് കാണിച്ചാലും അല്ലെങ്കിൽ ബൈക്കിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ആക്സറീസ് കാണിച്ചാലും എല്ലാ ബ്രാൻഡുകളുടെയും ഒട്ടുമിക്ക എല്ലാ ബ്രാൻഡുകളുടെയും ആക്സറീസ് ഇവരുടെ ഭാഗത്ത് ഇവരുടെ ഷോപ്പിലുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കയറി നോക്കാം, ലാഭം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. ഞാനിപ്പോൾ വീഡിയോ ഇട്ടു, ഞാൻ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആരും വാങ്ങാൻ നിൽക്കരുത്. അവരുടെ അടുത്ത് ചോദിക്കുക, ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചോദിച്ചു വാങ്ങാം. നിങ്ങൾക്ക് മുതലാവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവരുടെ കയ്യിൽ നിന്ന് അവർക്ക് ഓൾ ഇന്ത്യ ഫുള്ള് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ മുൻകൂട്ടി വീണ്ടും പറയുകയാണ്, ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ടൊന്നും കാണരുത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ വാങ്ങിച്ചാൽ മതി. അപ്പം നമുക്ക് ഇത്രയധികം സാധനങ്ങൾ കിട്ടിയപ്പോൾ എന്തായാലും വീഡിയോ ഇടാണ്ടിരിക്കുന്നത് ചെറിയൊരു ഇതുപോലെ തോന്നിയോണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ അവരും ചിലപ്പോൾ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അടുത്തായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യണത് നമ്മുടെ BMW 310 GSൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ്. വണ്ടി ഇപ്പോൾ എൻ്റെ കയ്യിൽ 4 ദിവസത്തോളമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോയിൽ വേണം